ഇതിന് പകരമായിട്ട് അവൾ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് തന്റെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവൻ തയ്യാറായിരുന്നില്ല. അതുമാത്രമല്ല, തന്നെ അവൻ ഉപദ്രവിച്ചിരുന്നു. തന്റെ വീഡിയോ ദൃശ്യങ്ങൾ, ഇന്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് താൻ അവനെ കൊന്നതെന്ന്, ഇത്രയും പ്ലാൻഡായി, ഇത്രയും ക്രൂക്കഡായ വേയിൽ അവനെ കൊന്നതെന്ന്. ഇതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. കാരണം കോടതിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു, ഒഴിഞ്ഞുപോയ ഷാരോണിനെ, ഇവളുടെ കരച്ചിലും മുതലക്കണ്ണീരും കണ്ട് ഒഴിഞ്ഞുപോയ ഷാരോണിനെ വീണ്ടും വിളിച്ചു വരുത്തി തന്റെ മരിച്ചുപോകുന്ന ആദ്യ ഹസ്ബൻഡ്, അതായത് തന്റെ ജാതകപ്രകാരം ആദ്യം കല്യാണം കഴിക്കുന്ന ആള് മരിച്ചു പോകുമെന്നാണ്. ആ മരിച്ചു പോകുന്ന ആളായിട്ട് ഷാരോണിനെ വിഷം കൊടുത്ത് കല്യാണത്തിന് ശേഷം, അതായത് നെറ്റിയിൽ സിന്ദൂരം തൊട്ടതിന് ശേഷം കല്യാണം നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞ് വിഷം കൊടുത്ത് കൊല്ലുന്ന ഗ്രീഷ്മേനെ കോടതി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ, ഞാൻ പറഞ്ഞ പോലെ 2025 ഏറ്റവും നല്ല ന്യൂസ് ആയിട്ട് നമുക്കിതിനെ കാണാം. തക്കതായിട്ടുള്ള വിധി തന്നെ കൊടുത്തത്. ഈ വിധി അത്യാവശ്യമാണ്. ആ ജഡ്ജിക്കാണ് സല്യൂട്ട് കൊടുക്കുക. അതുകൂടാതെ കൂട്ടുനിന്ന അമ്മാവന് 3 വർഷം കഠിന തടവാണ്. ഇപ്പോ ആസൂത്രിതമായ ഈ കൊല നടത്തിയത് കൂടാതെ പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോ പോലീസിനെ കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടി ആത്മഹത്യാ ശ്രമത്തിന്റെ നാടകം അരങ്ങേറ്റിയ ഗ്രീഷ്മേനെ കോടതി അത്രയും ക്രൂക്കഡായിട്ടൊരു പേഴ്സൺ ആയിട്ടാണ് കരുതുന്നത്. 3 പേരെയും ശിക്ഷിക്കണമായിരുന്നു, അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. അവളും കൂട്ടു നിന്നതല്ലേ എന്റെ പൊന്നു മോനെ. ഗ്രീഷ്മയുടെ അമ്മേനെ വെറുതെ വിട്ടപ്പോൾ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും കോടതി വിധിയെ മാനിക്കുന്നുവെന്ന് പറഞ്ഞ ഷാരോണിന്റെ അമ്മയ്ക്കും പിതാവിനും അതുപോലെ തന്നെ അവന്റെ സഹോദരനും ഇപ്പോൾ വ്യക്തമായ രീതിയിലുള്ള നീതി കിട്ടിയിരിക്കുകയാണ്. വധശിക്ഷ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. കാരണം വധശിക്ഷ പോലുള്ള കാര്യങ്ങള് കുറെ കാലങ്ങളായിട്ട് ഇല്ലാതിരുന്നതാണ്. അപ്പം അതിനോടനുബന്ധിച്ച് നടന്ന ഈ വിധി കേരളക്കരയാകെ ഒന്നോടെ സന്തോഷത്തോടെയാണ് എതിരേൽക്കുന്നത്. നീതിപീഠത്തിനോട് നമ്മള് ഇതുവരെ കാണിച്ച ബഹുമാനം ഏറി വരികയാണ്. കാരണം ഇത്രയും നല്ലൊരു വിധിയിലൂടെ നീതിപീഠം സമൂഹത്തിൽ നന്മയുള്ളവന്റെയും നിഷ്കളങ്കന്റെയും കൂടെയാണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി സമൂഹത്തില് സത്യം ചെയ്ത് ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുന്നതാണ് നീതിപീഠത്തിന്റെ ഈ ഒരു വിധി പ്രസ്താവന. സത്യം ചെയ്യുന്നവന്റെ കൂടെ എന്നും നീതിപീഠം ഉണ്ടായിരിക്കുമെന്ന് ഈ ഒരു വിധി പ്രസ്താവനയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.